കേരളത്തിന്റെ തനത് ദൃശ്യകലാരൂപമായ കഥകളി ഇതാദ്യമായി ഹിന്ദിയിൽ അവതരിപ്പിക്കുന്നു. മുംബൈയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ദേശീയ ഭാഷയിൽ കഥകളിക്ക് പുതിയ മാനങ്ങൾ നൽകുന്നത്. ജൂൺ ആദ്യവാരത്തിൽ അരങ്ങിലെത്തുന്ന കഥകളിയുടെ നൂതനാവിഷ്കാരത്തിനായി കാത്തിരിക്കുകയാണ് കോസ്മോപൊളിറ്റൻ നഗരത്തിലെ കലാ ആസ്വാദകർ. ഭാഷയുടെ അതിർവരമ്പുകൾ കടക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം കഥകളി. ലോകമെമ്പാടുമുള്ള കലാസ്നേഹിയുടെ ഹൃദയത്തിൽ ആംഗ്യവും ഭാവവും കൊണ്ട് ആസ്വാദനത്തിന്റെ മുദ്ര പതിപ്പിച്ച കഥകളിയിലെ വളരെ പ്രസിദ്ധമായ പൂതനാമോക്ഷം എന്ന കഥയാണ് ഇതാദ്യമായി ഹിന്ദിയിൽ അവതരിപ്പിക്കുന്നത്. മുംബൈയിലെ വാദ്യകലാകാരൻ അനിൽ പൊതുവാളും ശിഷ്യനുമാണ് ആശയത്തിന് പുറകിൽ. എൻ്റെ ഒരു മാത്രം ആശയമല്ല ഇത്, എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് ഉണ്ണിയേട്ടൻ. പറയും ഞങ്ങളൊക്കെ ഉണ്ണിയേട്ടൻ എന്നാണ് വിളിക്കുക. വെള്ളിനേഴി ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹമാണ് ആദ്യം എന്നോട് ഇങ്ങനൊരു ഇത് പറഞ്ഞത്. ഇതിനകം നിരവധി സ്റ്റേജുകളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുള്ള താരാവർമ്മയും പൂതനാമോക്ഷം ദേശീയ ഭാഷയിൽ പകർന്നാടാനുള്ള ത്രില്ലിലാണ്. കലയോടുള്ള ആവേശം ഒരുപാട് പൂതനാമോക്ഷം കളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഹിന്ദിയിൽ കഥകളി കളിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ത്രില്ലിങ്ങിലാണ് ഇത്. സംഗീത പൊതുവാളാണ് പരിഭാഷ. കൃഷ്ണമോഹൻ നെടുമ്പള്ളിയുടെ ആലാപനത്തിൽ അർജുൻ വാര്യരും മാസ്റ്റർ സിദ്ധാർത്ഥ് പ്രസാദും മദ്ദളത്തിലും കലാശ്രീ ലളിതകലാലയം നമ്പീശൻ ചെണ്ടയിലും പനമണ്ണ ശശി ഇടക്കയിലും പശ്ചാത്തലമൊരുക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.